ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ KSRTCയുടെ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ട്രിവാൻഡ്രത്തുള്ള നഗരക്കാഴ്ചകൾ കാണാനായിട്ടുള്ള ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നോക്കുന്നത്. ധാരാളം ഡൗട്ട് ഈ ഒരു ചാനൽ വഴി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. ഇപ്പോൾ ഓൺലൈൻ അത്രേ ബുക്കിംഗ് ഉള്ളൂ, ഓഫ്ലൈൻ ബുക്കിംഗ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ആൻസർ കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ KSRTCയുടെ സൈറ്റ് എടുക്കുക. KSRTCയുടെ സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് kerala.rtc.com എന്നാണ്. kerala.rtc.com എന്ന് പറയുന്ന സൈറ്റ് എടുക്കുക. എടുത്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. kerala.rtc.com കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ KSRTCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഡായി വരും. അവിടെ ബുക്ക് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ വരും, അതും ക്ലോസ് ചെയ്ത് കളയുക. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ നഗരക്കാഴ്ചകൾ കാണാനായിട്ടുള്ള ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കേണ്ട സ്റ്റാർട്ടിംഗ് ഫ്രമിൻ്റെ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഈസ്റ്റ് ഫോർട്ട് എന്ന് സെർച്ച് ചെയ്യണം. ഈസ്റ്റ് ഫോർട്ട്, കാര്യം ഈ ഒരു ബസ് ഈസ്റ്റ് ഫോർട്ട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ട്രിവാൻഡ്രത്തിൻ്റെ കിഴക്കേക്കോട്ട എന്ന് പറയുന്ന ഈസ്റ്റ് ഫോർട്ട് എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ഫോർട്ട് എന്നുള്ള പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഈസ്റ്റ് ഫോർട്ട്. അപ്പോൾ ഈസ്റ്റ് എന്ന് അടിക്കുമ്പോൾ തന്നെ ഇവിടെ കാണിക്കും ഈസ്റ്റ് ഫോർട്ട് സിറ്റി റൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് തന്നെ കൊടുക്കണം. ഈസ്റ്റ് ഫോർട്ട് സിറ്റി റൈഡ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് എന്ന് അടിക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും, അതിനകത്ത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗോയിങ് ടു ഈസ്റ്റ് ഫോർട്ട് ഓട്ടോമാറ്റിക്കലി വരും, കാര്യം നമുക്ക് ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺലൈൻ ഇട്ടിരിക്കുന്ന ഈ ഒരു സർവീസ് മാത്രമേ നിലവിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഈസ്റ്റ് ഫോർട്ട് സിറ്റി റൈഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എൻ പ്ലേസ് ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി പോപ്പപ്പായി വരും. പിന്നെ നമ്മുടെ ജേണി ഡേറ്റ്, നമ്മൾ എന്നാണ് ഈ ഡബിൾ ഡെക്കറിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് നമ്മൾ ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 11th നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 18th പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓരോ ട്രിപ്പും ഇവിടെ ലിസ്റ്റ് ചെയ്യും. അതായത് ഈ ബസ് 2 മണിക്കൂർ 1.25 മണിക്കൂർ, അതായത് 1 മണിക്കൂറും 45 മിനിറ്റും അടങ്ങുന്ന ഒരു സർക്കുലർ ട്രിപ്പാണ് ഓരോ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 15 മണിക്ക് ആണ് ആദ്യത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 15 മണി എന്ന് പറയുമ്പോൾ വൈകുന്നേരം 3 മണി, അത് കഴിഞ്ഞ് 4 മണി, 5 മണി, 6 മണി, 7 മണി, രാത്രി 8 മണി, രാത്രി 9 മണി, രാത്രി 10 മണി, 22 മണി വരെ നമുക്ക് സർവീസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ട്രിപ്സ് 3 മണിക്ക്, വൈകുന്നേരം 3 മണിക്ക് തുടങ്ങി രാത്രി 10 മണി വരെ ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഈ ഒരു സർവീസ് ഉള്ളത്. അത് രണ്ട് ബസ്സുകളാണുള്ളത്. അപ്പോൾ ഈ ഒരു ബസ് ആദ്യത്തെ തുടങ്ങുന്ന ബസ് 1.25 മണിക്കൂർ എടുക്കും ഒരു റൗണ്ട് ട്രിപ്പ് വരാൻ. അത് കഴിഞ്ഞിട്ട് ഈ ബസ് തന്നെ ആയിരിക്കും ഈ 17 മണിക്കുള്ള ട്രിപ്പ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സർക്കുലർ സർവീസ് ആയിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ബസ് ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട്, വൈകുന്നേരം 3 മണി മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ട് 2 ബസ്സുകൾ സർവീസ് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് മണിക്ക് വന്നാലും വൈകുന്നേരം 3 മണിക്ക്, 4 മണിക്ക്, 5 മണിക്ക്, 6 മണി, അങ്ങനെ 10 മണി വരെ ഓരോ മണിക്കൂർ ഇടവിട്ടാണുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് അറിയാം, ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ടിക്കറ്റ് ഫെയർ നോൺ റീഫണ്ടബിൾ ആണ്. നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് അനുവദിക്കുന്നതല്ല. കാര്യം നിങ്ങളത് കൺഫേംഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് 64 സീറ്റ്സ് ആണ് ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ളത്. 18-ാം തീയതിയാണ് നമ്മളിപ്പോൾ സെർച്ച് ചെയ്തിരിക്കുന്നത്. 18-ാം തീയതിയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. 18-ാം തീയതിയിൽ 64 സീറ്റ്സ് ഉണ്ട്. അതിൽ ലോവർ ഡെക്കിന് 100 രൂപയും അപ്പർ ഡെക്കിന് 200 രൂപയാണ്. നമ്മൾ അതിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സീറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സെലക്ട് സീറ്റ്സ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ലോവർ ഡെക്ക്, അപ്പർ ഡെക്ക്, ലോവർ സീറ്റർ, അപ്പർ സീറ്റർ എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ലോവർ സീറ്റിൽ 28 സീറ്റ്സും അപ്പർ സീറ്റിൽ 36 സീറ്റ്സുമാണ് ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ളത്. അപ്പർ ഡെക്കിലാണെങ്കിൽ 200 രൂപയാണ് ചാർജ് വരുന്നത്. ലോവർ ഡെക്കിലാണെങ്കിൽ 100 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് കൺവീനിയൻസ് എന്ന് നോക്കിയിട്ട് ആ സീറ്റ് സെലക്ട് ചെയ്യുക. ഇത് നഗരക്കാഴ്ചകൾ കാണാനായിട്ടുള്ളൊരു സ്പെഷ്യൽ സർവീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും അപ്പർ ഡെക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ആ ഒരു ബസ്സിന് മുകൾ ഭാഗത്ത്, അത് ഓപ്പൺ ആയിട്ടുള്ള ഡബിൾ ഡെക്കർ ബസ്സാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത്
ഇരുന്ന് ഓപ്പണായിട്ട് ട്രിവാൻഡ്രം സിറ്റി മുഴുവൻ കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും അപ്പർ സീറ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ സീറ്റ്സ് ബുക്ക് ചെയ്യുക. പെട്ടെന്ന് ബുക്കിംഗ് ആയി പോകുന്ന ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ളൊരു പാക്കേജാണ് ട്രിവാൻഡ്രം സിറ്റി റൈഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സീറ്റ്സ് നേരത്തെ തന്നെ ഉറപ്പിക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലോവർ ഡെക്കിൽ മാത്രമേ സീറ്റ്സ് കിട്ടത്തുള്ളൂ പിന്നെ. അപ്പോൾ ഇത് നിങ്ങളുടെ സീറ്റ്സ് ഇപ്പോൾ നിങ്ങൾ 2 പേരാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ സീറ്റ്സ് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ സെലക്ട് ചെയ്യുക. ഇത് നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ ബസ്സിൻ്റെ ഫ്രണ്ട് സൈഡ് ഇവിടെയാണ്, അതിൻ്റെ സ്റ്റിയറിംഗ് ഡ്രൈവർ ഇരിക്കുന്ന ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് സൈഡ് കാണിക്കുന്നതാണ് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ് ബസ്സിൻ്റെ. അപ്പർ വരുമ്പോഴും അങ്ങനെ തന്നെ. ഇത് ബസ്സിൻ്റെ റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. അതിൽ നിങ്ങൾക്ക് ഏത് സീറ്റ്സ് ആണോ വേണ്ടത് ആ സീറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കി നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബോർഡിംഗ് ഇത് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ബോർഡിംഗ് പ്ലേസ് ഈസ്റ്റ് ഫോർ സിറ്റി റൈഡ് കിടപ്പുണ്ട്, ഡ്രോപ്പിംഗ് പ്ലേസും വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഈസ്റ്റ് ഫോർട്ട് നോർത്ത് എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇത് രണ്ടും കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ഇവിടെ പാസഞ്ചർ ഡീറ്റെയിൽസ് ആക്റ്റീവ് ആവത്തുള്ളൂ. അപ്പം അത് നിങ്ങൾ ഇതിനകത്ത് ഡ്രോപ്പ് ഡൗൺ എടുക്കുമ്പോൾ ഈസ്റ്റ് ഫോർട്ട് നോർത്ത് എന്നുള്ളതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റാർട്ടിംഗ് പ്ലേസ്. അതുപോലെ എൻഡിങ് പ്ലേസ് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഈസ്റ്റ് ഫോർട്ട് എന്നുണ്ട്. ഇത് രണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ആക്റ്റീവ് ആവും. ഇനി പ്രൊവൈഡ് പാസഞ്ചർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അവിടെ നിങ്ങളുടെ പേര്, ഞാനിപ്പോൾ ഇവിടെ ഡെമോൺസ്ട്രേഷന് വേണ്ടി എടുക്കുന്നതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. പേര്, ഏജ്, ജെൻഡർ കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ പാസഞ്ചറിൻ്റെ 2 പേരാണ് നമ്മളിപ്പോൾ നേരത്തെ ബുക്ക് ചെയ്തത്. ഇപ്പോൾ രണ്ടാമത്തെ പാസഞ്ചറിൻ്റെയും പേര്, ഏജ്, ജെൻഡർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും ടോട്ടൽ ഫെയർ 400 രൂപയാണ്. അതിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ചാർജസ് എല്ലാം കൂടി 425 റുപ്പീസാണ് അടയ്ക്കേണ്ടത്. അപ്പം പിന്നെ ടിക്കറ്റ് കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അത് കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. എങ്കിലേ നിങ്ങൾക്ക് SMS നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇമെയിൽ ID കൊടുക്കുക. ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. എങ്കിലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതെല്ലാം കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഇത് ഡെമോൺസ്ട്രേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡെമോ നമ്പേഴ്സ് ഇടുന്നത്. കഴിഞ്ഞ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ഓപ്ഷൻസ് കൊടുക്കുക. അതിലിവിടെ ബിൽ ഡെസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ബിൽ ഡെസ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേ നൗ ത്രൂ ബിൽ ഡെസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്താണ് നിങ്ങൾ അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി UPI വഴിയാണ് അടയ്ക്കുന്നതെങ്കിൽ ആ UPI എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴും ഈ ഷോ കോഡ് ഉണ്ട്. ആ ഷോ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോഡ് ലോഡാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് അവിടെ നിന്നും പേ ചെയ്യാം. പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ ടിക്കറ്റ് കൺഫേംഡ് ആവും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ SMS നോട്ടിഫിക്കേഷൻസും എല്ലാം വരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ട്രിവാൻഡ്രത്തുള്ള ഓപ്പൺ ഡെക്ക് ഡബിൾ ഡെക്കർ ബസ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ നിലവിലുള്ളൂ. ഓഫ്ലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അല്ലെങ്കിൽ ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കേണ്ടി വരും. പക്ഷേ അത് ഓൺലൈൻ ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കയറുമ്പോഴത്തേക്ക് ടിക്കറ്റ് സെല്ലായി പോകും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ലോവർ ബെർത്തിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ നോക്കാനുള്ളൂ. ഇത് തന്നെ നമുക്ക് മൊബൈലിലും എൻ്റെ KSRTC ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മൊബൈൽ വഴിയും ഈ സെയിം കാര്യം തന്നെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള KSRTC റിലേറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ കൂടുതൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.